തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. മാലിന്യ സംസ്കരണം അവിടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഇൻസിനറേറ്റർ തകരാറിലായതോടെ ഈ ആശുപത്രി മാലിന്യം തോന്നുംപടിയാണ് ഇപ്പോൾ കൊണ്ടു തള്ളിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയിൽ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്ന പരാതിയും അതിനിടെ ഉയരുന്നുണ്ട്. അലക്ക് കേന്ദ്രങ്ങളിലെ യന്ത്രങ്ങളൊക്കെ കേടായതുകൊണ്ട് തന്നെ കുട്ടികളുടെ വാർഡിലടക്കം ബെഡ്ഷീറ്റുകൾ പോലും മാറ്റി നൽകാനാകാത്ത അവസ്ഥയാണ്. ഇതാണ് മാലിന്യ സംസ്കരണത്തിന്റെ പുതിയ കേരള മോഡൽ. കഴിഞ്ഞ 4 മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാലിന്യം ഇങ്ങനെയാണ് സംസ്കരിക്കുന്നത്. ഉപയോഗിച്ച ഗ്ലൗസും മരുന്നുകളും മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കവറിലാക്കി ഇവിടെ കൊണ്ടു തള്ളും. ഈ കാണുന്ന മാലിന്യ കൂമ്പാരം എവിടെയാണെന്നല്ലേ? സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് തൊട്ടുകീഴെ. 4 മാസമായി ഇൻസിനറേറ്റർ പണിമുടക്കിയതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. പക്ഷെ നന്നാക്കാൻ നടപടിയില്ല. രാത്രിയായാൽ SITയുടെ അടുത്ത് പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കും. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മുഴുവൻ വേസ്റ്റുകളും കത്തിക്കുന്ന ഇൻസുലേറ്റർ 4 മാസമായിട്ട് ഇൻസുലേറ്റർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ കൊണ്ട് കത്തിക്കും. ഈ കത്തിക്കുന്ന വേസ്റ്റുകൾ പോകാൻ വീണ്ടും വാർഡുകളിൽ ഈ രോഗികൾക്ക്, അതായത് സർജറി കഴിഞ്ഞ് വലിയ തീവ്രതയിലുള്ള സർജറി കഴിഞ്ഞ് കിടക്കുന്ന പേഷ്യൻറ്റിനെ ഇത് വളരെ ഗുരുതരമായി ബാധിക്കാറുണ്ട്. ഇനി മെഡിക്കൽ കോളേജിലെ അലക്ക് കേന്ദ്രത്തിലെ കാഴ്ച കാണാം. ദിവസങ്ങളായി ബെഡ്ഷീറ്റുകളും ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും കഴുകാനാകാതെ കൂട്ടിയിട്ടിരിക്കുന്നു. തുണി കഴുകുന്ന യന്ത്രം കേടായതോടെ അതും പ്രതിസന്ധിയിൽ. കുട്ടികളുടെ ആശുപത്രിയായ SITയിലെ തുണികളും ഇവിടെയാണ് അലക്കി ശുചിയാക്കുന്നത്. അതും കഴിയാത്ത സ്ഥിതിയാണിപ്പോൾ. അണുബാധയടക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗികൾക്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്നിരിക്കെ പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടിയെടുത്തിട്ടില്ല. രോഗികൾക്ക് ICUന്നൊക്കെ അണുബാധ ഉണ്ടായാൽ അവിടെ ജീവനെ തന്നെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഈ 4 ദിവസമായിട്ടും ഇത് ഇങ്ങനെ ഒരു കാര്യമുണ്ടായിട്ടും അധികാരികൾ, അതിൻ്റെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള അധികാരികൾ ഇതിനെപ്പറ്റി അനങ്ങുന്നില്ല. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാഴ്ചകളാണിത്. നമ്പർ 1 ആണെന്ന് ആവർത്തിച്ച് പറയുന്നവർ ഇതിനുകൂടി ഒന്ന് മറുപടി പറയണം. ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.